വീഡിയോയുടെ തുടക്കത്തിലേ ഞാൻ പറയാം, കോവിഡ് വാക്സിൻ എടുത്തവർ, ഹൃദ്രോഗികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്നവർ, സർക്കാർ ആശുപത്രി കിടക്കുന്നവർ, ഇവർക്കാർക്കും പറ്റിയതല്ല ഈ സാധനം. സബ്സ്ക്രൈബേഴ്സിൽ പലരും പലതരത്തിലുള്ള പെർഫ്യൂംസാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അതിലൊരു സബ്സ്ക്രൈബർ എനിക്ക് റെക്കമെൻഡ് ചെയ്ത പെർഫ്യൂമാണ് കജാൽ ലമാറിന്റെ ലമാർ നവാർ എക്സ്ട്രാ ഡേ പെർഫ്യൂം. ശരിക്കും ഈ ഒരു പെർഫ്യൂം വാങ്ങണോ വേണ്ടെന്നുള്ള ആലോചനയിലായിരുന്നു. കുറേ മാസമായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ, അതായത് ആ സമയങ്ങളിലെ കാലാവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം എക്സ്ട്രീം ഹീറ്റ് ആയിരുന്നു. ഈ ഒരു പെർഫ്യൂം നൊവാർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ രാത്രി ഉപയോഗിക്കേണ്ട പെർഫ്യൂം ആയതുകൊണ്ട് രാത്രിയേ പറ്റൂ, അല്ലെങ്കിൽ തണുപ്പ് വേണം. അങ്ങനെ ഞാൻ മാറ്റി വെച്ചു. എങ്കിലും ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പിലുണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ഒരു സബ്സ്ക്രൈബർ, പുള്ളിക്കാരൻ പറഞ്ഞത് അയാൾ ഗൾഫിൽ നിന്ന് ഈ പെർഫ്യൂം കൊണ്ടുവന്നു. എന്നിട്ട് നാട്ടിൽ കുറച്ച് കല്യാണാലോചനയൊക്കെ ആയിട്ട്, പെണ്ണുകാണൽ പരിപാടിയായിട്ട് ഇവൻ 4-5 സ്ഥലത്ത് പോകേണ്ടി വന്നു. അതിൽ ഒരു സ്ഥലത്ത് ഈ ഒരു പെർഫ്യൂമാണ് അടിച്ചിട്ട് പോയത്. ഒരു 4-5 സ്പ്രേ അടിച്ചിട്ട് പോയി പെണ്ണും ചെറുക്കനുമായിട്ട് ഒരു 10-15 മിനിറ്റ് സംസാരിക്കുമല്ലോ. അപ്പോൾ ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ പല കാര്യങ്ങളും സംസാരിച്ചു. അവസാനം വീട്ടിൽ വന്നിട്ട് ഈ പെണ്ണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ഈ 4-5 സ്ഥലത്ത് പെണ്ണ് കണ്ടിട്ടും അവന് ഈ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് സ്പെഷ്യലായിരുന്നു. കാരണം ആ പെണ്ണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, അന്ന് എന്ത് സ്പ്രേ അടിച്ചിട്ട് വന്നത്, ഇയാൾ പോയതിനു ശേഷം മുറിയിൽ കുറേ മണിക്കൂർ വരാൻ മണമായിരുന്നത്, ഏത് സ്പ്രേ, ഗൾഫിലെ സ്പ്രേ വല്ല ആണെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയ ശേഷമാണ് ഞാൻ എന്നാൽ പിന്നെ അത് വാങ്ങണമല്ലോ എന്ന് കരുതി, നമുക്ക് അതുപോലുള്ള കോംപ്ലിമെന്റ് കിട്ടണമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ പെർഫ്യൂം വാങ്ങിയത്. ഇപ്പൊ കജാൽ ലമാറിന്റെ നമ്മൾ 2-3 ട്രൈ ചെയ്തിട്ടുണ്ട്. ലമാർ, കജാൽ ലമാർ, പിന്നെ എയ്ക്കൺ. ഈ കജാൽ ലമാർ അവർ 2 ഹൗസ് എനിക്ക് എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ഫ്രൂട്ടി നോട്ട്സ് ഇവർ മിക്സ് ചെയ്യുന്നത് പോലെ വേറൊരു ബ്രാൻഡ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അതുപോലെ നല്ല രീതിയിൽ ഒരു ഫ്രൂട്ടി നോട്ട്സ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടുമിക്ക പെർഫ്യൂമിൽ ഒരു ഫ്രൂട്ടി നോട്ട്സ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് കജാൽ ലമാറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പെർഫ്യൂമാണ്. ഇത് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. വീഡിയോയുടെ തുടക്കത്തിലേ ഞാൻ പറയാം, കോവിഡ് വാക്സിൻ എടുത്തവർ, ഹൃദ്രോഗികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്നവർ, സർക്കാർ ആശുപത്രി കിടക്കുന്നവർ, ഇവർക്കാർക്കും പറ്റിയതല്ല ഈ സാധനം. അതുപോലെ റേഷൻ കാർഡ് സംഭവം, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇത് പക്ക റേഷൻ കാർഡ് സംഭവമാണ്. പട്ടികൾക്കും സകല ക്ഷുദ്രജീവികൾക്കും നോസ് ബ്ലൈൻഡ് ആകുന്ന ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കോംപ്ലിമെന്റിന്റെ കാര്യത്തിൽ പീക്ക് ലെവൽ കോംപ്ലിമെന്റ് ആയിരിക്കും. നിങ്ങൾ അടിച്ചിട്ട് പോയാൽ അവർക്ക് എന്തായാലും ചോദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഇത് ആഗ്രഹം തോന്നും, എങ്ങനെയെങ്കിലും ഈ പണ്ടാരം വാങ്ങിയേ പറ്റൂ എന്നുള്ള ഒരു തോട്ട് അവർക്കുണ്ടാവും. സോ അതുപോലെ സ്ട്രോങ് ആണ്, ബീസ്റ്റ് ആണ്, റൂം ഫില്ലർ അല്ല. ഇതൊരു പഞ്ചായത്ത് മുഴുവൻ ഫില്ല് ചെയ്യുന്ന സാധനമാണ്. ഇനി പെർഫ്യൂമിലേക്ക് വരാം. പെർഫ്യൂം ഇതിന്റെ പാക്കേജിങ്, ഈ കജാൽ ലമാറിന്റെ ബോട്ടിലും പാക്കേജിങ് ഭയങ്കര രസമാണ്. ഇത് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ബോക്സ് ഉൾപ്പെടെ വാങ്ങാൻ നിങ്ങൾ ബോക്സും കളയരുത്. നല്ല രസമാണ് ഇവിടെ ബോക്സിന്റെ ഒരു പാറ്റേൺ കാണാൻ. ലമാർ നവാർ എക്സ്ട്രാ ഡേ പെർഫ്യൂം കജാൽ ഓൾറെഡി സ്ട്രോങ് ആണ്, അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ടാക്ക് വെച്ചിരിക്കുന്നു. തലയ്ക്ക് ഭ്രാന്തുണ്ടെന്ന് ആലോചിക്കും. ബാച്ച് കോഡും കാര്യങ്ങളും ലോട്ട് നമ്പർ 449448. 100 ml ആണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇത് നമുക്ക് പൊക്കിയെടുക്കാം. കണ്ടോ ബോട്ടിലുണ്ടോ, ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള ബോട്ടിൽ, അടിപൊളി ബോട്ടിൽ. അതായത് ബോട്ടിലിന് കൊടുക്കണം ഒരു 10-25,000 രൂപ ബോട്ടിലിന്. അതുപോലെ ക്വാളിറ്റി ആയിട്ടുള്ള ബോട്ടിൽ, നല്ല പ്രീമിയം ഹൈ ക്ലാസ് ബോട്ടിൽ. നമ്മൾ നീഷ് പെർഫ്യൂം എന്ന് പറഞ്ഞ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചുമ്മാ ഒരു തട്ടിക്കൂട്ട് ബോട്ടിൽ ഇറക്കിയിട്ട് കാര്യമില്ല. നമുക്കത് ആ ബോട്ടിൽ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കണം, അതായിരിക്കുന്ന എന്തോ സാധനം എന്താണെന്ന് ചോദിക്കണം. അവിടെ ഒരു കോൺവെർസേഷൻ തുടങ്ങണം, അവിടെ നമുക്ക് കഥ പറയാനുണ്ടാവണം. സോ അതുപോലെ ക്വാളിറ്റി ഉള്ള ഒരു ബോട്ടിലാണ്. കുറേ കാര്യങ്ങൾ അറബിക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും ലോട്ട് നമ്പരും ഇവിടെ കണ്ടില്ലേ, കണ്ടോ. എനിക്കിത് കാണുമ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് ഇല്ലേ, ഓറിയോ ബിസ്ക്കറ്റിൽ എന്തൊക്കെയോ കുത്തി വെച്ചിരിക്കുന്ന പോലെ ഭയങ്കര ക്വാളിറ്റി കേട്ടോ. ബോട്ടിലൊക്കെ നല്ല മെറ്റൽ ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അറബിക്കിൽ എന്തൊക്കെയോ, അറബിക്കാണോ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കൊരു പേർഷ്യൻ, യൂറോപ്പ് പേർഷ്യൻ, അല്ലെങ്കിൽ യൂറോപ്പ് ഫലകവും ഏഷ്യൻ ഫലവും കൂടി ചേർന്ന ആ ഭാഗത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു വാസ്തുശില്പികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരു സ്റ്റൈലുള്ള ഒരു ഡിസൈൻ. ഇനി ഇതിന്റെ സെൻ പ്രൊഫൈൽ, അതാണ് പറയേണ്ടത്. ഇതിന്റെ പ്രൊഫൈൽ വരുന്നത് ലെതർ, ഫ്രൂട്ടി, വുഡി, ഊത്ത്, ട്രോപ്പിക്കൽ, കാരമൽ, അനിമലിക്, ആംബർ, പൗഡറി, ഫ്രഷ്. നോട്ട്സ് പറയാം. ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്ന ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ്, ഗ്രീൻ ആപ്പിൾ, വയലറ്റ്, ബെർഗാമോ. മിഡിൽ നോട്ടിൽ കാരമൽ, ബാൽസമിക് നോട്ട്സ്, വാനില, റോസ്, ജെറാനിയം. ബേസ് നോട്ടിൽ ലെതർ, ഊത്, കാശ്മീർ വുഡ്, ആംബർ, ഊത്, സാൻഡൽവുഡ്, മോസ്, മസ്ക്. ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളും ഇതിനകത്ത് നിറച്ചു വെച്ചിട്ടുണ്ട്. പ്രൊഡക്ഷന്റെ കാര്യത്തിൽ അറ്റോമിക്, ന്യൂക്ലിയർ, സാർ ബോംബ പോലത്തെ ഉള്ള ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റ് ആണ് ഇത് അടിക്കുമ്പോൾ കിട്ടുന്ന മണം. ഞാനിത് എനിക്ക് അടിക്കാൻ തോന്നുന്നില്ല, കാരണം വളരെ പോർട്ടൻ്റ് അത്. ഒരു കാര്യം, ഇത് നിങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് അടിക്കരുത്, രാത്രി മാത്രം ഉപയോഗിക്കാവൂ. ഇതിന്റെ മണം നമുക്ക് ഓപ്പണിങ്ങിൽ ചെറിയൊരു ഫ്രൂട്ടി നോട്ട് വരും. അത് ഏതാനും സെക്കൻഡ് നേരത്തേക്ക് മാത്രം ഒരു ഫ്രൂട്ടി നോട്ട് വന്നിട്ട് പിന്നെ കയറുന്നത് ലെതറും ഊതും റോസുമാണ്.
ലെതറും ഊതും റോസും പിന്നെ വാനിലയും കാരമലൊക്കെ ചേർന്നിട്ടുള്ള ഒരു റോസ് ഊദ് ലെതർ വാനില കാരമൽ. ഇതാണ് ഇതിന്റെ നോട്ട്. ഈ 4 നോട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. റോസ് ഊദ് ലെതർ വാനില ഒരു കാരമൽ കൊടുത്തൊരു വാനില. ഇതാണ് ഇതിന്റെ നോട്ട്. ഓപ്പണിങ്ങിൽ ചെറിയൊരു ഫ്രൂട്ടി. നമ്മളിപ്പം ഈ പണ്ട് ബാലരമയിലൊക്കെ കേട്ടറിഞ്ഞ മുത്തശ്ശി കഥകളിലൊക്കെ ഈ അലാവുദ്ദീനും അത്ഭുതങ്ങൾക്കും അലാവുദ്ദീനെ സങ്കല്പിച്ചിട്ട് അയാൾക്ക് എന്ത് മണമായിരിക്കും, അതാണ് ഇതിന്റെ മണം. അല്ലെങ്കിൽ അമ്മൂമ്മ കഥകളിലെ സുൽത്താൻ, അറേബ്യൻ സുൽത്താൻ അല്ലെങ്കിൽ പേർഷ്യൻ സുൽത്താൻ, കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഭൂഷിഷ്ടനായിട്ടിരിക്കുന്ന ഒരു അറബിക് സുൽത്താൻ, നിധി കാക്കുന്ന ഒരു ഭൂതം, ഇതുപോലൊക്കെയുള്ള ഭയങ്കര മിസ്റ്റീരിയസ് ഡാർക്ക് ആയിട്ടുള്ള മണം ഇതിന്. ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്മെൽ. അതായത് നമ്മൾ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ആൾക്കാർ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് എവിടെ നിന്നാണ് ഈ മണം വരുന്നുള്ളത്. അതുപോലെ ഒരു ഡാർക്ക് മിസ്റ്റീരിയസ് ഊത്ത് ആൻഡ് സ്പൈസീസ് പെർഫ്യൂം. ഒരു പേർഷ്യൻ സുൽത്താനി നമ്മളിപ്പം ചില വീഡിയോയിൽ കാണുന്ന പോലെ ഈ പുകയൊക്കെ ഇട്ട് പുകച്ച് അവരുടെ വസ്ത്രങ്ങളിലും ഒക്കെ തലപ്പാവിലൊക്കെ ഇങ്ങനെ ബുഹൂർ അല്ലെ അതിട്ട് ഇങ്ങനെ പുകച്ച് നിൽക്കുന്ന ഒരു പേർഷ്യൻ സുൽത്താൻ അവരുടെ അടുത്ത് പോയി നിന്നാൽ എന്ത് മണം വരും. സോ അതുപോലെ ഒരു സുൽത്താനിക് വൈബ് തരുന്ന ഒരു പെർഫ്യൂമാണ്. അറബിക് ആണെന്ന് പറയാൻ പറ്റില്ല, ഇതിനകത്ത് ഫ്രഞ്ച് ചുവയുണ്ട്. ഫ്രഞ്ച് ആണ് അറേബ്യനുമാണ്, രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു മണമാണ്. ഒരു ഏഷ്യൻ യൂറോപ്യൻ സ്റ്റൈലുള്ള ഒരു പെർഫ്യൂം. ബാറ്റ്മാൻ ഒരു പെർഫ്യൂമിനെ തിരഞ്ഞെടുക്കാൻ, ഒരു പെർഫ്യൂം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യും. അതുപോലെ മെൻ ഇൻ ബ്ലാക്ക്. ഞാൻ ചില ഈ ഡോക്യുമെന്ററികൾ അല്ലെങ്കിൽ ചില പുസ്തകങ്ങൾ, ചില ആൾക്കാർ ഇന്റർവ്യൂസ് കാണുമ്പം കേട്ടിട്ടുണ്ട് ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽസിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ക്രാഷായിട്ടുള്ള യുഎഫ്ഒ സംഭവങ്ങൾ റിട്രീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു അല്ലെങ്കിൽ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് നേരിട്ടൊരു ക്ലോസ് എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വാ മൂടിക്കെട്ടാനായിട്ട് ഡീപ് സ്റ്റേറ്റ് തന്നെ മെൻ ഇൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു സംഘം, ആ ഒരു വളരെ സ്പൂക്കി ആയിട്ടുള്ള ഒരു സംഘമാണ് അവർ എന്ന് കേട്ടിട്ടുണ്ട്, ഉറപ്പില്ല. അപ്പൊ അവര് പലരും ഡിഫൈൻ ചെയ്ത് ഭയങ്കര ഒരു ടോൾ മെൻ ഇൻ ബ്ലാക്ക്, കയ്യിൽ ബ്ലാക്ക് സൂട്ട് കേസ് ഒക്കെ ധരിച്ച് അവരാരാണ്, എവിടെ നിന്നാണ് വരുന്നത് ഒന്നും അറിയില്ല. അപ്പൊ അതുപോലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു പെർഫ്യൂം, അതുപോലെ ഒത്തിരി ഒരു ആൽഫ മെയിൽ റിച്ച് ആൻഡ് ഡാർക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ഇത് വാങ്ങി അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും കോംപ്ലിമെന്റ് ഉറപ്പാണ്, അത് ഒരു സംശയമില്ല, ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല അവർക്ക്. ഇനി ഇതിന്റെ ലോങ്ജിവിറ്റിയും കാര്യങ്ങളും ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞ റേഷൻ കാർഡ് സംഭവമാണ്. നിങ്ങൾ 4 സ്പ്രേക്ക് എബോ അടിച്ചു കഴിഞ്ഞാൽ റേഷൻ കാർഡ് ഇത് പേര് കട്ട് ചെയ്യും. 5 സ്പ്രേ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. 8ാമത്തെ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കും DNA-യിൽ. അപ്പോൾ അതുപോലത്തെ ഒരു സാധനം ആയതുകൊണ്ട് മൃഗങ്ങൾ പോലും അടുത്തോട്ട് വരില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം 3 സ്പ്രേ അതിനപ്പോൾ അത് പോകരുത്. ഈ 3 സ്പ്രേ തന്നെ പലർക്കും ഒരുവിധം നോസ്പ്ലൈൻഡ് ആവും. അപ്പം രാത്രി മാത്രം യൂസ് ചെയ്തിട്ട് ആ ഷർട്ട് കൊണ്ട് കത്തിച്ച് കളയുക, അതാണ് ഇതിന്റെ പർപ്പസ്. ഈ പ്രൊജക്ഷൻ ലോഞ്ച് ഇത് ഇത്രയും ഓർത്തിരുന്ന അതേ പ്രൊജക്ഷൻ ഫോർഗറ്റ് ഇറ്റ്, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. വാങ്ങുക, ഇതൊരു 10 ml മാത്രം നിങ്ങൾ വാങ്ങി, ഇത് ഫുൾ ബോട്ടിൽ വാങ്ങരുത്. ഫുൾ ബോട്ടിൽ വാങ്ങി നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ പറ്റത്തില്ല. 10 ml മാത്രം, 10 ml വാങ്ങി സ്പെഷ്യൽ ഒക്കേഷൻസിൽ യൂസ് ചെയ്യുക. 1 ml 8 മുതൽ 12 സ്പ്രേ ഉണ്ടാവും. 10 ml ആകുമ്പോൾ എത്ര ഉണ്ടോ നിങ്ങൾക്ക് ഊഹിക്കാനേ ഉള്ളൂ. അപ്പോൾ അത് 2 സ്പ്രേ 3 സ്പ്രേ മാക്സിമം, അതിനപ്പുറത്തേക്ക് അടിക്കരുത്, നോസ് ബ്ലൈൻഡ് ആവും. ഫോർ മെൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വിമൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് മെൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിന്റെ വില വരുന്നത് 100 ml അറൗണ്ട് ഒരു 20,000 എബോ ആണ് റേറ്റ് വരുന്നത്. 20,000 രൂപ മുടക്കി വാങ്ങണോ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങളൊരു 10 ml മതി, അതിനപ്പുറത്തേക്ക് വാങ്ങേണ്ട കാര്യമില്ല. 10 ml ആക്കിയിട്ടുണ്ട്. 10 ml എടുക്കുക, ധാരാളം സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം ഉപയോഗിക്കണം. നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഇത് ഉപയോഗിക്കുക, കുറേ കാലം നിൽക്കും. 2 സ്പ്രേ മതി. വില ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡീക്കനിന്റെ റേറ്റും കാര്യങ്ങളും ഗ്രൂപ്പിൽ ഞാൻ മെൻഷൻ ചെയ്യാം. കമന്റിൽ ഗ്രൂപ്പിന്റെ ലിങ്കും എൻ്റെ വാട്സാപ്പ് നമ്പരും കമന്റിൽ തൂക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങുക. താങ്ക് യു സോ മച്ച്.